ബോസൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞൊരു വെണ്ടയ്ക്ക തോരനാണ് കേട്ടോ. ഈ വെണ്ടയ്ക്ക തോരൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ചെറിയ ട്രിക്കൊക്കെ പ്രയോഗിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് അധികം കുഴഞ്ഞു പോകാണ്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 350 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമേ നന്നായിട്ട് വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകണം. ഇതിൻ്റെ ഈ ഞെടുപ്പ് ഭാഗം കട്ട് ചെയ്തിട്ട് കഴുകരുത്, അപ്പോൾ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതൊന്നും കട്ട് ചെയ്യാണ്ട് തന്നെ ആദ്യമേ നന്നായിട്ട് 3-4 പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഇതിൻ്റെ ഞെടുപ്പൊന്ന് കട്ട് ചെയ്യാം. ശേഷം നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ആദ്യം ചേർക്കേണ്ടത് 1 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുഴഞ്ഞു പോകാണ്ട് വേറിട്ട് കിടക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ശേഷം കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതേപോലെ ഒതുക്കി വെച്ച് കൊടുക്കുക. നമ്മുടെ ഫ്ലെയിം പകുതിയാക്കി കുറയ്ക്കുക. വളരെ കുറച്ച് ഫ്ലെയിമിൽ വെക്കത്തുള്ളൂ, അടി കരിഞ്ഞു പോവും. ഇതിന് ശേഷം ഒരു 2 കതിർപ്പ് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു വാഴയില കൊണ്ട് ഇതിങ്ങനെ മൂടാം. നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വാഴയിലയുടെ ഒരു ഫ്ലേവർ നമുക്കിതിൽ കിട്ടും. അതിനുശേഷം നമ്മളപ്പോൾ ഒരു പ്ലേറ്റ് കൊണ്ട് അല്ല മൂടി കൊണ്ടായാലും മതി, ഇതേപോലെ അടച്ച് ടൈറ്റായിട്ട് വെക്കുക. ഇനി ഒരു 5 മിനിറ്റോളം ഈ ലോ ഫ്ലെയിമിലിരുന്ന് ഒന്ന് കുക്കായി വരട്ടെ. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഒന്ന് മൂടി വെക്കാം. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊണ്ടണം ശകലം പോലും കുഴയുന്നില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കിനി ഫൈനലായിട്ട് ഒന്നുകൂടെ മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങാം. നമ്മുടെ വാഴയിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കതൊന്നുകൂടെ ഇതേപോലെ
മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാഴയിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ ഒരു ശകലം പോലും കുഴഞ്ഞിട്ടില്ല. അതുകൊണ്ടോ എല്ലാവരെയും ഒരു പരാതിയാണ്, ഈ വെണ്ടയ്ക്കത്തോരൻ വെക്കുമ്പോൾ അത് കുഴഞ്ഞു പോവുകയാണ്. അതെല്ലാം കൂടെ മിക്സായിട്ട് ഒന്നായിട്ടിരിക്കുക എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെയാണ് കേട്ടോ. നമ്മുടെ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ എത്ര വേവായാലും ഇത് കുഴഞ്ഞു പോകില്ല. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടോ, വേറിട്ട് കിടക്കുന്നുണ്ടോ, ഒന്നും തൊടാതെ കണ്ടോ. അതാണ് നമ്മളിങ്ങനെ തോരൻ വെച്ചാലുള്ള ഗുണം. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. നമ്മുടെ വാഴയിലയുടെ ഫ്ലേവറും അതുപോലെ നാരങ്ങാനീരിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഒന്നിനോട് വേറിട്ട് കിടക്കുന്നുണ്ടോ. ശകലം പോലും കുഴയാതെ നമുക്ക് വെണ്ടയ്ക്കത്തോരൻ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുമുട്ടാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.